ലത ശ്രുചിക്കുട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വളരെ രുചിയേറിയ പാൽക്കപ്പയാണ് ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് കപ്പ ഒരു കിലോ വാങ്ങിയത് ഞാൻ പകുതി ഉപ്പേരി വെച്ചു, പകുതി എടുത്തിട്ടുള്ളത്. അപ്പം ഒരു മുറി നാളികേരത്തിൻ്റെ 2-ാം പാലും 1-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കാനായിട്ട് ഞാനൊരു 5-6 ചെറിയ ഉള്ളി, ഒരു 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അല്പം കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഒന്ന് ചതച്ചെടുക്കുക. നമുക്ക് ആ കപ്പയൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ കുക്കറിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പം അത് മുങ്ങി നിൽക്കുന്നവണ്ണം കുറച്ച് വെള്ളം ഒഴിക്കുക. അല്പം ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഇതാവുന്ന കപ്പയായതുകൊണ്ട് ഞാൻ ഒറ്റ വിസിൽ വരുന്നവരെ എടുത്തിട്ടുള്ളൂ. ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. അത് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കപ്പ ഇവിടെ വിസിൽ വന്നിട്ടുണ്ട്. ഇനി അത് തണുത്തതിന് ശേഷം അത് തുറന്നിട്ട് ഇനി ആ വെള്ളമൊക്കെ നമുക്കൊന്ന് ഊറ്റിക്കളയാം. ഇപ്പം നമ്മുടെ കപ്പ എല്ലാം അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞു. ഇത് പാൽക്കപ്പ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 2-ാം പാല് ഒഴിച്ചു കൊടുക്കാം. ഈ 2-ാം പാലിൽ ഇത് കുറച്ച് നല്ലപോലെ ഒന്ന് വെന്ത് അതിങ്ങനെ കൊഴുത്ത് വരും. ആ സമയത്ത് അതിനോടൊപ്പം തന്നെ നമുക്ക് ആ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ തിളച്ചൊന്ന് കൊഴുത്ത് വരും. ഇപ്പോൾ അത് നല്ലപോലെ തിളച്ച് കണ്ടോ കൊഴുത്ത് ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1-ാം പാല് എടുത്തു വെച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അപ്പോൾ അത് ഒന്ന് തണുക്കുമ്പോഴേക്കും കപ്പ ആയതുകൊണ്ട് ഒന്നും കൂടി പെട്ടെന്ന് അത് കട്ടിയാവും. അപ്പോൾ ഇപ്പോൾ ഈ ഇതിൽ വെച്ചാലും മതി. അത് തണുക്കുമ്പോൾ നമ്മളുടെ പാകത്തിനുള്ള ഇതായിട്ട് കിട്ടും. ഞാൻ കപ്പ ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ നാളികേര പാലല്ലാന്ന് മാത്രം തേങ്ങ, പച്ചമുളക്, ഉള്ളി ഇതെല്ലാം കൂടി ചതച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കാറ്. ഇനി നമുക്ക് അതിലേക്ക് ഒന്ന് വറുത്തിടാനായിട്ട് ഞാനൊരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് അല്പം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉള്ളി നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് 2-3 ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. അത് നല്ലപോലെ ഒന്ന് ചുവന്ന് വരും. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് ലാസ്റ്റിൽ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ആ കപ്പയിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. കപ്പ കണ്ട ഇപ്പം തന്നെ അത് ഒന്ന് കൊഴുത്ത് വന്നിട്ടുണ്ട്. അപ്പം പൊതുവെ എല്ലാവർക്കും കപ്പ വളരെ ഇഷ്ടമാവും. പക്ഷേ ഇതുപോലെ പാൽക്കപ്പ പോലെ ഉണ്ടാക്കിയാൽ അതിലും രുചിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.